പ്രിയപ്പെട്ടവരെ, അടുത്ത ക്വസ്റ്റ്യൻ 2/2022 ഇൻറ്റു 3/2022 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്, യൂണിറ്റ് പ്ലേസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് നമ്പേഴ്സ് വന്നാൽ ഓരോ സെയിം നമ്പർ ആയിരിക്കും അവസാനം വരിക. ഉദാഹരണത്തിന് അതിൽപ്പെട്ടതാണ് 0, 1, 5, 6 അല്ലെ. അപ്പോൾ ഇവരൊക്കെ എന്താണ് സെയിം നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 6/5 എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ അക്കം ലാസ്റ്റ് അക്കത്തിന്റെ കഥ നമ്മൾ പറയുന്നത്, ഉത്തരമല്ല പറയുന്നത്. അവസാനത്തെ അക്കം 6 ലാസ്റ്റ് ഡിജിറ്റ് 6 ഇനി 5ന്റെ മുകളിൽ ആര് വന്നാലും 5/15 വന്നാലും ഒക്കെ അതിന്റെ അവസാനത്തെ അക്കം 5 തന്നെയായിരിക്കും. അങ്ങനെ ഒന്ന് അതിൽപ്പെട്ട ആൾക്കാരാണ് 0, 1, 5, 6. ഞാൻ ക്ലാസ് എടുത്ത് എന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു കോഡ് ഉണ്ട്. അതേപോലെ തന്നെ 4ന്റെ മുകളിൽ ഓഡ് നമ്പർ ആണെങ്കിൽ, ഉദാഹരണം 4/15 ആണെങ്കിൽ അതിന്റെ അവസാനമൊക്കെ 4 ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് 9ന്റെ മുകളിൽ ഓഡ് നമ്പർ ആണ് 9/99 ആണെങ്കിൽ അതിന്റെ അവസാനമൊക്കെ 9 തന്നെയായിരിക്കും. ഞാൻ ഈ ഒരു നമ്പറിനെ പഠിച്ചു വെക്കാൻ ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പൊന്നു 5C എന്താണ്, പൊന്നു 5C 4 9 സെയിം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പോ എന്ന് പറഞ്ഞാൽ 0, ന്യൂ എന്ന് പറഞ്ഞാൽ 1, 5 എന്ന് പറഞ്ഞാൽ 5, സി എന്ന് പറഞ്ഞാൽ 6 6, 4 ഓ എന്ന് പറഞ്ഞാൽ 4ന്റെ മുകളിൽ ഓട് ഒറ്റ, 9 പറഞ്ഞാൽ 9ന്റെ മുകളിൽ ഒറ്റ. ഇവർ വന്നു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും എന്ന കൺസെപ്റ്റ് ആണ്. ഇവരല്ലാത്ത നമ്പർ ഉണ്ടല്ലോ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ഇവരല്ലാത്ത നമ്പർ ഏതാ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2, 3, 7, 8. ഇവരല്ലാത്ത നമ്പർ 2, 3, 7, 8 ആണ്. ഇവർ വന്നു കഴിഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും നിയമം സെയിം ആയതുകൊണ്ട് ഞാനിവിടെ എന്താണ് ജസ്റ്റ് എടുത്ത് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, 2ന്റെ മാത്രമാണ്. നമുക്കറിയാം 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്, 2/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2ന്റെ മുകളിൽ 2 എന്താണ് 25 വന്നു എന്ന് കരുതുക. ഇവർക്ക് എല്ലാവർക്കും ഇത് നിയമം ബാധകമാണ്. ഓരോരുത്തർക്ക് ഓരോ ടേബിൾ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കി പഠിച്ചാൽ മതി. 2/25 2/25 ഈ 25നെ മുകളിൽ കിടക്കുന്ന ആൾക്കാരെ 4 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 4 24. റിമൈൻഡർ 1 കിട്ടി. റിമൈൻഡർ 1 കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. റിമൈൻഡർ 1 വരുമ്പോൾ ശ്രദ്ധിക്കുക, റിമൈൻഡർ 1 ആണ് വന്നിട്ടുള്ളതെങ്കിൽ അവസാനത്തെ അക്കം 2 ആയിരിക്കും. റിമൈൻഡർ 2 ആണെങ്കിൽ അവസാനത്തെ അക്കം 4 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ അവസാനത്തെ അക്കം 8 ആയിരിക്കും. നമുക്കറിയാം 4 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3 ഈ 3 നമ്പർ റിമൈൻഡർ വരിക. അപ്പോൾ റിമൈൻഡർ ഇല്ലെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ അവസാനത്തെ അക്കം 6 ആയിരിക്കും. ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് ഐഡിയ. അപ്പോൾ 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ വന്നത് 1 ആണ്. അപ്പൊ 2/25ന്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റ്, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ 2 അല്ലെങ്കിൽ മാഷെ 3 വന്നാലും 7 വന്നാലും 8 വന്നാലും എങ്ങനെയാണ് എന്നുള്ളതുണ്ട്. അപ്പോൾ 2നും 3നും ഒക്കെ ഓരോന്നൊക്കെ ടേബിൾ ഉണ്ട്. ഇപ്പൊ 3/1 3 ആണ്. എന്താണ് അതേപോലെ തന്നെ എന്താണ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 27 അവസാനം 7 എടുത്താൽ മതി. 3/3 ആട്ടോ 27. 3/4 എന്ന് പറഞ്ഞാൽ 81 ആണ്, 1 എടുത്താൽ മതി. ഇതേപോലെ ആർക്കും ടേബിൾ ഉണ്ട്. a/1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് a ആണ്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, 49ലെ 9. a ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 അവസാനം 3. a/4 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2401. ഓക്കെ, അവസാനം. അപ്പോൾ 8നും ടേബിൾ ഉണ്ട്. 8ന്റെ ടേബിൾ കൂടി വേണമെങ്കിൽ തരാം, വീഡിയോ ലെങ്ത് ആകും, നമ്മൾ ശ്രമിച്ച് കാണണം. 8/1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 64 ആണ്. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 512 ആണ്, അവസാനമൊക്കെ 2. 8/4 എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ മനസ്സിലുണ്ടെങ്കിൽ 4096 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് വെച്ചാൽ 2 3 7 8 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മുകളിൽ 6 വന്നാലും അതിന് 4 ഉണ്ട്. ഏത് നമ്പർ ആണെങ്കിലും 2 3 7 8 ഏത് നമ്പർ ആണെങ്കിലും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് കൺസെപ്റ്റ്. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് തെളിയിക്കേണ്ടത് 2/2022 ഇൻറ്റു 3/2022ന്റെ അവസാന അക്കം ആരാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ഇതിന്റെ തലയിലുള്ളത് അല്ലെ, ഇവൻ 2ന്റെ ഹെഡിലുള്ളത്, തലയിലുള്ളതാണ് മുകളിലുള്ളത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2022നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരിക്കും 2022നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു എളുപ്പവഴിയും കൂടി ഉണ്ട്. അവസാനത്തെ അക്കത്തിനെ മാത്രം ഡിവൈഡ് ചെയ്താലും മതി. അവസാനത്തെ 2 അക്കം ഉണ്ടല്ലോ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. സെയിം ആയിക്കാരം വരിക. 4ന്റെ ഒരു എന്താണ് പ്രോപ്പർട്ടി ആണ്. 2022 ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും 4ന്റെ അവസാനത്തെ 2 അക്കം ഡിവൈഡ് ചെയ്താലും സെയിം റിസൾട്ട് ആണ് വരിക. റിമൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ സെയിം റിമൈൻഡർ ആണ് വരിക. എങ്കിലും ഞാൻ ഇത് 2022 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാണ്. നമുക്കറിയാം 20 5 4 20 എത്ര 4 ആണ്, 5 4 5 4 20. പിന്നെ നമുക്ക് ഇറക്കിയതാ 2. ഇവിടെ ഒരു നമ്പർ കൂടെ ഇറക്കിയുണ്ട്, 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, അത് തെറ്റും. 22ല്
4 5 4 സ്വാഭാവികമായിട്ടും നമുക്ക് റിമൈൻഡർ 2 എന്ന് വന്നു. റിമൈൻഡർ സിസ്റ്റം 2 എന്ന് വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2ന്റെ മുകളിൽ റിമൈൻഡർ 2 വരികയാണെങ്കിൽ അതിന്റെ അവസാനത്തെ അക്കം അല്ലെ 2ന്റെ മുകളിൽ 2 എന്ന് വരികയാണെങ്കിൽ അതിന്റെ അവസാനത്തെ അക്കം നമുക്കറിയാം ആരായിരിക്കും? 4 ആയിരിക്കും. അവസാനത്തെ അക്കം ആരായിരിക്കും? 4 ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് 3/2022 3/2022 അപ്പൊ 22നെ 2022 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ്. അപ്പൊ 3ന്റെ ടേബിളിൽ അവസാനത്തെ അക്കം റിമൈൻഡർ 2 വരുമ്പോൾ സിസ്റ്റം 2 വരുമ്പോൾ അല്ലെ 3 സ്ക്വയർ ആണ് ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ 9 ആണ് വരുന്നത്. അപ്പൊ 4 × 9 4 × 9 ഗുണിച്ചാൽ മതി 36. 36 അവസാനത്തെ ആരാണ്? 6 ആണ്. 36 അവസാനത്തെ ആരാണ്? 6 ആണ് എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നുകൂടി കാണുക, അവസാനത്തെ പാർട്ട് ഒന്നുകൂടി നോക്കുക. മുകളിൽ വരുന്ന നമ്പറിനെ 2022നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് 4 എന്ന് കിട്ടുന്നു. കാരണം റിമൈൻഡർ 2 വരുമ്പോൾ സിസ്റ്റം 2 വരുമ്പോൾ 2/1 ആണെങ്കിൽ 2 ആണ്. 2/2 റിമൈൻഡർ 2 ആണെങ്കിൽ അവസാനത്തെ ആരായിരിക്കും? 4 ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 4 എഴുതി. ഇനി 3ന്റെ ടേബിൾ നോക്കുമ്പോൾ 2022നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്നു. അങ്ങനെയാണെങ്കിൽ 3ന്റെ അവിടെ 2 റിമൈൻഡർ വരുമ്പോൾ അവസാനത്തെ അക്കം സിസ്റ്റം വരുമ്പോൾ 9 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 × 9 36 ആണ് വരിക. അപ്പൊ 36ന്റെ അവസാനത്തെ അക്കം 6 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 6 ആണ് എന്നാണ് വരിക. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ള ടോപ്പിക്